ഈ രാജാക്കന്മാരൊക്കെ എവിടെയാ താമസിക്കുക? കൊട്ടാരത്തിലാണ് അല്ലെ? ഈ കൊട്ടാരത്തിന് എന്താ ഇംഗ്ലീഷ് പറയാ? നമ്മള് കാസൽ എന്ന് പറയും, പാലസ് എന്ന് പറയും. പക്ഷെ ഇത് രണ്ടും ഒന്നാണ് അല്ല. ബോത്ത് ആൻഡ് ഓഫ് ദി സെയിം. കാസൽ വേറെയാണ്, പാലസ് വേറെയാണ്. ഫോർ എക്സാമ്പിൾ, ഈ സെക്യൂരിറ്റിക്ക് വേണ്ടി, സേഫ്റ്റിക്ക് വേണ്ടി യുദ്ധകാല അടിസ്ഥാനത്തിലൊക്കെ കെട്ടുന്ന സാധനമാണ് കാസൽ. ഓക്കെ, പാലസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് പാലസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ കണ്ണൂർ കാണുന്ന കോട്ട, അതൊക്കെ എന്താണ്? ദാറ്റ് ഈസ് എ കാസൽ, നോട്ട് എ പാലസ്. അതേപോലെ തന്നെ വേറൊരു വേർഡ് ഉണ്ട്. നമ്മൾ ഈ ശ്മശാനത്തിന് എന്താ ഇംഗ്ലീഷ് പറയാം? വി സേ സിമട്രി എന്ന് പറയും. അതേപോലെ തന്നെ ഗ്രേവ് യാർഡ് എന്ന് പറയും. ആർ ദേ വൺ ആൻഡ് ദ സെയിം? നോ, ദേ നോട്ട് ദ സെയിം. എന്താ ഡിഫറൻസ് അല്ലേ? ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശവകുടീരങ്ങളെയാണ് നമ്മൾ പറയുന്നത് ഗ്രേവ് യാർഡ്. ഓക്കെ, ദാറ്റ് ഇസ് എ ഗ്രേവ് യാർഡ്. പള്ളി അടുത്തില്ലാത്ത ഈ കുഴിച്ചിടാനുള്ള ഒരു പറമ്പാണ് എന്ത്? സിമട്രി. അതിനും ഡിഫറൻസ് ഉണ്ട്. സോ അത് മനസ്സിലാക്കുക. അതേപോലെ ഒരു വാക്കും കൂടെ പറഞ്ഞു തരട്ടെ. നമ്മൾ ഈ പാലത്തിന് പൊതുവെ എന്തൊക്കെ പറയും? ഫ്ലൈ ഓവർ എന്ന് പറയാറുണ്ട്, ബ്രിഡ്ജ് എന്നും പറയാറുണ്ട്. ബട്ട് ദർ ഇസ് എ ഡിഫറൻസ്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ജലാശയങ്ങളുടെ മേലെ കെട്ടുന്നതാണ് ബ്രിഡ്ജ്. ഓക്കെ, ദർ വിൽ ബി വാട്ടർ അണ്ടർനീത്ത് ദ ബ്രിഡ്ജ്. പക്ഷെ ഫ്ലൈ ഓവറിന്റെ അടിയിൽ വെള്ളമാണോ? അല്ല. റോഡിന്റെ മേലെ കൂടെയുള്ള പാലങ്ങളാണ് എന്ത്? ഫ്ലൈ ഓവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ ഇതുപോലത്തെ ഒരുപാട് ഡിഫറൻസസ് ഉള്ള, ഡിസ്റ്റിങ്ഷൻസ് ഉള്ള വേർഡ്സ് ഉണ്ട്. അതൊക്കെ വളരെ ഈസിയായി, ഫണ്ണായി ഒരു പേഴ്സണൽ ട്രെയിനർ നിങ്ങൾക്ക് ഫ്രീ ആവുന്ന സമയത്ത് ഇംഗ്ലീഷ് ഹൗസിന്റെ ഓൺലൈൻ കോഴ്സിലൂടെ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. മാത്രമല്ല, ഇൻ കേസ് നിങ്ങൾക്ക് കോഴ്സ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ യു ഹാവ് എ ഫുൾ റീഫണ്ട് പോളിസി. സോ ക്ലിക്ക് ഓൺ ദ ലിങ്ക് ബിലോ ആൻഡ് ജോയിൻ ഇംഗ്ലീഷ് ഹൗസ്. English House. English at your fingertips.